വീണ്ടും വരാം. നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നമ്മുടെ തൻസീർ കൂത്തുപറമ്പിന്റെ ഒരു പാട്ട് കൂടെ പാടിയത്, അതിലെ വരികൾ നമുക്കൊന്ന്. ഉപ്പ ഉപ്പ എന്നോടാണോ ഉമ്മാനോടോ ഇഷ്ടം, എന്റെ ബാപ്പ ചൊല്ലിടണം ഉള്ളിലുള്ളൊരിഷ്ടം. പൊന്നുമോളെ എന്തിനാണ് ഉപ്പാനോട് ചോദ്യം, നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉമ്മാനോട് സ്നേഹം. എന്റെ ബാപ്പ പൊന്നു ബാപ്പ ഈ കനിമോനെ മറന്നോ. ബാപ്പയുടെ ചക്കരക്കുട്ട നിന്റെ ഇത്താനേക്കാളേറെ ഇഷ്ടം. ഉപ്പ ഉപ്പ എന്നോടാണോ ഉമ്മാനോടോ ഇഷ്ടം, എന്റെ ബാപ്പ ചൊല്ലിടണം ഉള്ളിലുള്ളൊരിഷ്ടം. ഒരുപാട് പേര് ഒരുപാട് ലൈക്ക് കിട്ടിയൊരു ഇതാണ് ഈ പാട്ട്, ഒരുപാട് പേർക്ക്. തീർച്ചയായിട്ടും. ഒപ്പം അതിലുള്ള ഒരു മറ്റൊരു താങ്കളാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ഈ രംഗത്ത് കൈവച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് എഴുത്തുകാരനാവാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ഇരുന്നാൽ എനിക്ക് എഴുതാൻ പറ്റൂന്നില്ലെന്ന് എനിക്കറിയാം. കാരണം ഇവിടെയുള്ള നമ്മളിപ്പോ ഒരു ദിവസം 10 പാട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 പാട്ട് എഴുതുന്നത് ഞാനാണ്. അതിലെ കുറെ പാട്ടുകളൊക്കെ ചിലവർ മൂളി പാടുന്നുമുണ്ട്. ഇപ്പൊ ഞാൻ എഴുതിയൊരു വരിയുണ്ട് ഈ താരാട്ട് പാട്ടിനൊക്കെ എഴുതുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ആദിലിൻ്റെ പൂമോനല്ലേ, ബാപ്പാൻ്റെ ഇഷ്ട കിളിമോനല്ലേ, ആദിൽ സഹ്റാൻ കനിമോനല്ലേ, സാഹിറ ഉമ്മാന്റെ പൊന്നിധിയല്ലേ, ഇന്നാണ് തൊട്ടിയിൽ കെട്ടണ നാള്, കൂട്ട് കുടുംബങ്ങളെത്തണ നാള്, ഷാർജയിൽ നിന്നും ബാപ്പ ഫോൺ വിളിക്ക, അങ്ങനെ പറഞ്ഞിട്ട് ആ ഫാമിലിന്റെ ഒരു അറ്റാച്ചുള്ള കാര്യങ്ങളാണ്. അത് ശരിക്കും ഒന്ന് പുറത്തേക്ക് എത്തിച്ചത് മോളാണ്. കാരണം സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ആയിട്ട് മോൾക്ക് ധാരാളം ഇപ്പോഴും ആ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 1.5 കൊല്ലമായിട്ട് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നല്ല കവികൾ ധാരാളം ഉണ്ട്. നമ്മൾ ആ വരികൾ ഇല്ലാതാക്കുക നമ്മൾ അതിനിടയിലൊരു വ്യക്തിപരമായിട്ടൊരു ചോദ്യം. നമ്മൾ കുടുംബകാര്യങ്ങൾ ഒക്കെ പറയുന്നതിന് കൂടെ ഈ ആദിൽ അത്തു എന്നൊരു പേര് സത്യത്തിൽ ഇതന്നെയായിരുന്നു പേര്? അല്ല, അതായത് ഫസ്റ്റ് എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അപ്പൊ എൻ്റെ ഈ പേര് ശരിക്കും ഞാൻ 2004 പ്യാർ സജന എന്ന് പറഞ്ഞ ആൽബം ചെയ്തിരുന്നു. പ്യാർ സജന എന്ന് പറഞ്ഞ ആൽബം അത് ഫുൾ ഞാൻ തന്നെയാണ് അഭിനയിച്ചത്. അന്ന് അങ്ങനെയാണല്ലോ, നമ്മളെ ഫോട്ടോ വരണം, നമ്മളെ ഫ്രണ്ടിൽ വലിയ ഫോട്ടോ നമ്മളതായിരിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ഒരു കാസറ്റിന്റെ പുറത്ത് ഒരു ഫോട്ടോ വന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അന്ന് കഷ്ടപ്പാടാണ്. കാരണം നമുക്ക് ഒരു ട്രാക്കിൽ ഒരു ഓർക്കസ്ട്രയിൽ പാടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമുള്ള സമയമായിരുന്നു. ആ സമയങ്ങളൊക്കെ ഈ ഒരു പ്യാർ സജന എന്ന ആൽബം DJ ബാബ എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോട് തന്നെയാണ്, നീലേശ്വരത്ത് കല്യാണം കഴിച്ചാണ്, അദ്ദേഹമാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാട്ട് ഈ ആൽബം ഇറക്കിയത് ടൈം പാസ് ഓഡിയോസും ഷമീർ, അതേപോലെ സ്പീഡ് ഓഡിയോസ് റഷീദ് ഖാൻ. ഇത് റഷീദ് ഖാൻ അടുത്തേക്ക് എത്തിയപ്പോഴാണ് പയ്യൻ മോശമില്ല, നല്ലതുണ്ട്, ചെക്കൻ്റെ പേരെന്താ പറഞ്ഞാൽ അബ്ദുള്ള, ഇത് വലിയൊരു പേരായിപ്പോയല്ലോ, ഒരു ചെറിയൊരു പേര്, ഒരു മൈക്കിൾ ജാക്സൺ എന്ന് പറയും പോലെ ഒരാളാവണമെന്ന് ഋഷി കുറച്ച് കോമഡി നല്ല കമ്പനിയാണ്, എന്നോട് നല്ല കമ്പനിയാണ്. അപ്പൊ ഋഷി പറഞ്ഞു നമുക്ക് അത്തു, അപ്പൊ എന്നെ ഈ അബ്ദുള്ള ആയതുകൊണ്ട് ഷോർട്ട് അത്തു എന്ന് വിളിക്കാറുണ്ട്. എനിക്ക് ഇബ്രാഹിം ബീരിച്ചേരി, ഞാൻ പറഞ്ഞ എന്റെ ഗുരുനാഥനാണ്, ആ അത്തു എന്ന് ചെറുപ്രായത്തിൽ 10 വയസ്സ് മുതലേ അത്തു എന്ന് എന്നെ വിളിക്കാറുണ്ട്. അതിന്റെ കൂടെ ആദിൽ എന്ന് പറയുന്ന, ആദിൽ എന്ന് പറഞ്ഞാൽ ആദിൽ നീതിമാൻ, അതായത് എന്റെ വർക്കിൽ ഞാൻ നീതി കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ആയിരിക്കും കണ്ടത്. അയാളുടെ കൃത്യമായുള്ള സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹം ക്ലിയറായി പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദിൽ അത്തു എന്നാണ് കൊടുക്കുക. എന്റെ പാട്ട് ആൽബം ഇറങ്ങിയിട്ടാകുമ്പോ എല്ലാവരും എന്നെ കണ്ടിട്ട് മനസ്സിലായി, പേരെവിടെയും പരിധി കാണുന്നില്ല, ഇത് എന്താണ് ആളെ പേരെന്താണെന്ന് അറിയണ്ടേ. പിന്നീട് ഞാൻ എല്ലാവരും പറയും അബ്ദുള്ള എന്ന ആദിൽ അത്തു, അബ്ദുള്ള എന്ന ആദിൽ അത്തു, അത്തു ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായി. കുറെ ആൾ ഇൻസൾട്ട് ചെയ്യും, ധാരാളം ഇൻസൾട്ടുകൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ആ പേര് മാറ്റിയതിൽ. പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് എടുത്തു. എനിക്ക് അതുകൊണ്ട് ആ പേരിൽ എനിക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്റെ റെക്കോർഡിക്കൽ പേര് അബ്ദുള്ള തന്നെയാണ്. പക്ഷെ എന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നത് ആദിൽ അത്തു എന്ന് പറയുന്ന പേരിലാണ്. അപ്പൊ അതിൽ എന്ത് വിളിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സ്വീകരിച്ചു കഴിഞ്ഞു.